അങ്ങനെ സർജറിയിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആരതി പൊടി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യം റോബിൻ ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് റോബിൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ആ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് പേടി തോന്നി. അപ്പോൾ റോബിൻ ചേട്ടൻ്റെ കാലുമേ അങ്ങനെ പിടിച്ച് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷേ റോബിൻ ചേട്ടനാണെങ്കിൽ ഒട്ടും പേടിയുണ്ടായിരുന്നത്. സർജറിയുടെ ഇടയിൽ വെച്ച് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആരതി പൊടി പറയുന്നത്. ആ സമയത്ത് റോബിൻ പറയുന്നുണ്ടായിരുന്നു ആരതി പൊടി കാലിൽ പിടിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആരതി പൊടി പറയുന്നത് അത് ഞാൻ മസാജ് ചെയ്തതല്ല, ഞാൻ പേടിച്ചുകൊണ്ട് കാലിൽ പിടിച്ച് അമർത്തുകയായിരുന്നു എന്നാണ് ആരതി പൊടി പറയുന്നതിനെ പറ്റി. പിന്നെ റോബിൻ പറയുന്നത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമൊന്നും തോന്നില്ല. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ പെയിൻ ശരിക്കും മനസ്സിലായത്. അതുപോലെ തന്നെ ആരതി പൊടി പറയുന്നത് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നൊക്കെ ഇങ്ങനെ ഒപ്പി കൊടുക്കേണ്ട അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. റോബിൻ ആകെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് എന്ന് പറയുന്നു. പിന്നീട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നോർമലായിട്ട് വന്നു തുടങ്ങിയത്. അതുവരെയും കുറച്ച് വേദന ഉണ്ടായിരുന്നു എന്ന് തന്നെ ആരതി പൊടി എടുത്ത് പറയുന്നു. എന്തായാലും സക്സസ് ആയിട്ട് തന്നെ ആ ഒരു സർജറി കഴിഞ്ഞു എന്ന് നമുക്ക് ആരതി പൊടിയുടെ വ്ളോഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ റോബിനെ പറ്റി മനസ്സിലാക്കാം. അതുവരെയും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.